ഒരു ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കി. 4 മുട്ടയുള്ള മുട്ടക്കറിയും 4 കുറ്റി പുട്ടും 2 റോബസ്റ്റയും ഒരു കട്ടൻ ചായയും. പ്രിപ്പറേഷൻ പ്രൊസീജിയർ ഇങ്ങനെയായിരുന്നു. മുട്ടക്കറിക്ക് വേണ്ടി ആദ്യമേ 5 മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ആവിയിൽ പുട്ട് വിഴുങ്ങുമ്പോൾ ഒരു മുട്ട ഞാൻ വിഴുങ്ങി. പിന്നെ പുട്ടിന്റെ കാര്യമാവട്ടെ, അരിപ്പുട്ടുണ്ടായി, ചോളം പുട്ടുണ്ടായി, പിന്നെ ചോളവും അരിയും കൂടെ മിക്സ് ചെയ്ത ചോളം അരിപ്പുട്ടും ഉണ്ടായി. അവസാനം പുട്ടിന് ഡെക്കറേഷൻ ലാസ്റ്റ് വെക്കാനുള്ള തേങ്ങയും തീർന്നു. പകുതിയും ഞാൻ കഴിച്ചതാണെന്ന് എനിക്ക് തന്നെ ഓർമ്മ വന്നപ്പോൾ ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇലയിലേക്ക് ആവി പറന്ന നല്ല ചൂടുള്ള, നല്ല പൊള്ളുന്ന ചൂടുള്ള, നല്ല തൂവെള്ള കളറുള്ള നല്ല പുട്ട് ഞാനങ്ങ് വിളമ്പി. മുട്ടയുടെ ഗ്രേവിയും മുട്ടയും കൂട്ടി ഞാനത് കഴിക്കാൻ തുടങ്ങി. ഉഫ്, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുവാണല്ലേ. പിന്നെ ഞാനല്ലാണ്ട് എന്നെ ആരാ പുകഴ്ത്താൻ? കമന്റ് ബോക്സിൽ നിറയെ കമന്റുകൾ, ചേച്ചി ഇത്രയും കഴിക്കൂ, ഇത്രയും കഴിക്കൂ, ഇത്രയും കഴിക്കൂ എന്ന്. ഒരു ചെറിയ പ്ലേറ്റിൽ ഇത്തിരി ഫുഡ് കഴിക്കുന്ന ഞാൻ ഇത്തിരി നേരം കാണിക്കുമ്പോൾ അത് കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാനത് കഴിക്കുന്നുണ്ടെന്ന്? അതെന്തോ ആവട്ടെ, പുട്ട് തൊണ്ടേ കൊടുങ്ങാണ്ടിരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൊണ്ട നനയ്ക്കണം കേട്ടോ. അങ്ങനെ അവസാനം പുട്ട് തീർന്നില്ല, മുട്ടക്കറി തീർന്നു. ഇത് ഫുള്ള് കഴിക്കാണ്ട് പോകാനും തോന്നിയില്ല. ഒറ്റയ്ക്കായ മുട്ടയ്ക്ക് കുറച്ചുകൂടെ ഗ്രേവി ആഡ് ചെയ്ത് പുട്ടും മുട്ടയും കൂട്ടി ഞാൻ കഴിച്ചു. അവസാനം വാഴയില മാത്രം ബാക്കിയായി. പിന്നെ സൈഡിൽ കണ്ണ് കിട്ടാണ്ട് വെച്ച കട്ടനും. ഞാനൊരു കാര്യം പറയട്ടെ, ചോളം പുട്ടിന് നല്ലൊരു ടേസ്റ്റാണ്. അത് ഹെൽത്തി ഫുഡാണ്. ഡയറ്റ് നോക്കുന്ന ഒരു ചോളം പുട്ട് പുഴുങ്ങി കഴിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചോളം പുട്ട് കഴിച്ചപ്പോൾ ഞാൻ ഡയറ്റിലാണെന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. പിന്നെ ചൂടുള്ള ചൂടോടെ ഊതി കുടിച്ചു.